ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം. ഒരു കുടുംബത്തിലെ 4 പേർ വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർത്താൽ. പഞ്ചായത്ത് പരിധിയിൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നപ്പോൾ വാഹനങ്ങൾ കാര്യമായി നിരത്തിലിറങ്ങിയില്ല. കഴിഞ്ഞ മെയ് 9-നാണ് തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ, മക്കളായ അഭിനന്ദ്, അഭിനവ്, ശുഭയുടെ മാതാവ് പൊന്നമ്മ എന്നിവരെ വീടിനുള്ളിൽ വെന്തുമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 4-അംഗ കുടുംബം വീടിന് തീപിടിച്ച് മരിച്ച സംഭവത്തിൽ നിഗൂഢതകൾ ഏറെയുണ്ടായിട്ടും ഈ നിഗൂഢത നീക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ലെന്നാണ് ജനകീയ സമിതിയുടെ ആക്ഷേപം. സംഭവത്തിൽ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയ സമിതി ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ നടന്ന ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഒരു കുടുംബത്തിലെ 4 പേരെ ദുരൂഹ സാഹചര്യത്തിൽ തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തില് അന്വേഷണം ത്വരിതഗതിയിൽ പുരോഗമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയും ശിവസേനയും എൻഡിഎയും കൂടി സമാധാനപരമായിട്ട് നടത്തുന്ന ഹർത്താൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മരണപ്പെട്ട കുടുംബത്തിലെ 5 കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾക്ക് ആ ആത്മാക്കൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് മാത്രമാണ് നമ്മുടെ ആവശ്യം. എൻഡിഎയുടെയും ശിവസേനയുടെയും പിന്തുണ ഹർത്താലിന് ലഭിച്ചു. നിരത്തിലിറങ്ങിയ വാഹനങ്ങൾ ഹർത്താൽ അനുകൂലികൾ തടഞ്ഞെങ്കിലും അല്പസമയത്തിനു ശേഷം വിട്ടയച്ചു. ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ മൃതദേഹങ്ങളിലും വീട്ടിലും മണ്ണെണ്ണ അംശം കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതായും റിപ്പോർട്ടിൽ പറയുന്നു. അപകടമുണ്ടായത് എങ്ങനെയെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സംശയത്തെ തുടർന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത സമീപവാസിയായ യുവാവിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പരിശോധനാ ഫലം ഇനിയും ലഭ്യമാകേണ്ടതായുമുണ്ട്. ജനം, ഇടുക്കി.